السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് ആസിം ബിൻ സാബിത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആയിരുന്നു സാബിത്ത് ബിൻ ഖൈസ്. മാതാവിന്റെ പേര് ഷമൂസ് ബിൻത് ആമിർ എന്നായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിനും ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. ഉഹദ് യുദ്ധത്തിന്റെ അവസരത്തിൽ നിഷേധികളുടെ പെട്ടെന്നുള്ള കഠിനമായ ആക്രമണം കാരണം മുസ്ലിങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടായി. ഹസ്രത്ത് ആസിം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അടിയുറച്ചു നിന്നു. ഇദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മരണത്തിന്റെ കാര്യത്തിൽ ബൈഅത്ത് ചെയ്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധരായ അമ്പെയ്ത്തുകാരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ഔസ് ഗോത്രവുമായിട്ടായിരുന്നു. ബദർ യുദ്ധത്തിലും പങ്കെടുത്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ദിവസം സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾ ശത്രുക്കൾക്ക് നേരെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക? ഹസ്രത്ത് ആസിം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഏതെങ്കിലും ഒരു സമൂഹം ഇത്രമാത്രം അടുത്തു വരുമ്പോൾ അവരിലേക്ക് അമ്പ് എത്തുന്നതാണ് എങ്കിൽ അവരിലേക്ക് അമ്പെയ്യുന്നതാണ്. പിന്നീട് അവർ തങ്ങളുടെ കൂടുതൽ അടുത്തു വരുമ്പോൾ അവരിലേക്ക് കല്ലുകൾ എത്തുകയാണ് എങ്കിൽ അവരിലേക്ക് കല്ലുകൾ കൊണ്ട് എറിയും. എന്നിട്ട് അദ്ദേഹം ഒരു കൈയിൽ 2 കല്ലും മറ്റൊരു കൈയിൽ 3 കല്ലുകൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി അവർ ഞങ്ങൾക്ക് ഇത്രമാത്രം അടുത്തെത്തുകയാണ് എങ്കിൽ ഞങ്ങളുടെ കുന്തം അവരിലേക്ക് എത്തിയാൽ അവരോട് കുന്തം കൊണ്ട് യുദ്ധം ചെയ്യും. പിന്നീട് കുന്തവും പൊട്ടിയാൽ അവരെ വാളുകൊണ്ട് വധിച്ചു കളയും. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിധത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ആസിം പറഞ്ഞ രീതി അനുസരിച്ച് യുദ്ധം ചെയ്യുക. ആ കാലഘട്ടത്തിൽ അമ്പ്, കുന്തം, വാൾ മുതലായവ കൊണ്ടാണ് യുദ്ധം ചെയ്തിരുന്നത്. ഇതായിരുന്നു യുദ്ധത്തിന്റെ രീതി. എന്നല്ല കല്ലും ഉപയോഗിച്ചിരുന്നു. ഇന്നത്തേതുപോലെയല്ല. നിഷ്കളങ്കരായ പൗരന്മാരുടെ മേൽ ബോംബ് സ്ഫോടനം നടത്തി നിഷ്കളങ്കരായ ആളുകളെയും കുട്ടികളെയും വധിക്കുക. ഒരു അമുസ്ലിം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ട് അദ്ദേഹം എഴുതുന്നു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹം യുദ്ധം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളിൽ ഏതാനും 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ഏതാനും 1000 ആളുകളാണ് മരിച്ചിരിക്കുക.
എന്നാൽ നിങ്ങൾ തങ്ങളെ സ്വയം പുരോഗമനവാദികൾ എന്നും മനുഷ്യത്വത്തോട് അനുകമ്പയുള്ളവർ എന്നും കരുതുന്നു. നിങ്ങൾ കേവലം ഒരൊറ്റ യുദ്ധത്തിൽ മാത്രം അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തെ ഉദ്ധരിക്കുന്നു. 7 കോടിയിൽ അധികം ആളുകളെ വധിച്ചു കളഞ്ഞു. അതിൽ അധികവും സാധാരണ പൗരന്മാർ ആയിരുന്നു. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ മുസ്ലിങ്ങളും ഇവരിൽ നിന്ന് തന്നെ സഹായം തേടുകയാണ്. ഒരു വ്യത്യാസവുമില്ലാതെ മുസ്ലിങ്ങൾ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ സമീപത്തെത്തുമ്പോൾ അവരുമായി യുദ്ധം ചെയ്യാൻ വിവിധ രീതികൾ ഉണ്ട് എന്നിരിക്കെ ഇവർ സ്വയം ആക്രമിക്കുകയാണ്. അങ്ങനെ നിഷ്കളങ്കരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റിവായത്തിൽ വരുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു ഉഹദ് ദിവസം തന്റെ വാളുമായി തിരിച്ചു വന്നു. അത് യുദ്ധത്തിന്റെ ആധിക്യം കാരണം വളഞ്ഞുപോയിരുന്നു. ഹസ്രത്ത് അലി ഹസ്രത്ത് ഫാത്തിമയോട് പറഞ്ഞു, ഈ പ്രശംസനീയമായ വാളിനെ വെച്ചുകൊള്ളുക. ഇത് യുദ്ധ മൈതാനത്ത് വളരെയധികം പ്രയോജനപ്പെട്ടു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അവിടുന്ന് കേൾക്കുകയുണ്ടായി. അഥവാ നീ ഇന്ന് ഉന്നതമായ നിലയിൽ വാളുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ സഹൽ ബിനു ഹുനൈഫും അബൂ ദുജാനയും ആസിം ബിനു സാബിത്തും ഹാരിസ് ബിനു സിമായും വാൾ യുദ്ധത്തിൽ പ്രാവീണ്യം കാണിച്ചിട്ടുണ്ട്. ഒരു റിവായത്തിൽ വരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ തടവുകാരിൽ നിന്ന് അബൂ അസ്സ അമർ ബിൻ അബ്ദുള്ള, അയാൾ ഒരു കവിയായിരുന്നു, അയാളോട് ഔദാര്യം കാണിച്ചുകൊണ്ട് അയാളെ സ്വതന്ത്രനാക്കി. കാരണം അയാൾ പറഞ്ഞിരുന്നു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് 5 പെൺകുട്ടികളുണ്ട്. ഞാനല്ലാതെ അവർക്ക് മറ്റാരും തന്നെയില്ല. താങ്കൾ അവർക്കായി എന്നെ സദക്ക എന്ന നിലയിൽ സ്വതന്ത്രനാക്കിയാലും. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിട്ടയച്ചു. അപ്പോൾ അബൂ അസ്സ പറഞ്ഞു, ഞാൻ താങ്കളോട് ഉറച്ച കരാറിൽ ഏർപ്പെടുന്നു. ഭാവിയിൽ ഞാൻ താങ്കളുമായി യുദ്ധം ചെയ്യുകയില്ല, ആരെയും തന്നെ യുദ്ധത്തിനായി സഹായിക്കുകയും ചെയ്യുകയില്ല. ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് അയാളെ തിരിച്ചയച്ചു. ഒരു വിധത്തിലുള്ള മോചനദ്രവ്യം ഇല്ലാതെ വെറുതെ വിട്ടു. ഖുറൈശികൾ ഉഹദിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ സഫ്വാൻ ബിൻ ഉമയ്യ വന്നു. അയാൾ ഇയാളോട് പറഞ്ഞു, നീയും ഞങ്ങളോടൊപ്പം പുറപ്പെടുക. അയാൾ പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറച്ച കരാർ ചെയ്തിരിക്കുന്നു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുകയില്ല, യുദ്ധത്തിനായി ആരെയും സഹായിക്കുകയും ചെയ്യുന്നതല്ല. അദ്ദേഹം മാത്രമാണ് എന്നോട് ഈ ഔദാര്യം കാണിച്ചത്, എന്നോടല്ലാതെ മറ്റാരോടും ഈ ഔദാര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ സഫ്വാൻ അയാൾക്ക് ജാമ്യം നൽകി, അഥവാ നീ വധിക്കപ്പെട്ടു എങ്കിൽ, അതായത് അയാളുടെ പെൺമക്കളെ സ്വന്തം പെൺമക്കളാക്കും. അഥവാ അയാൾ ജീവനോട് കൂടി ബാക്കി നിൽക്കുകയാണ് എങ്കിൽ അയാൾക്ക് വളരെയധികം ധനം നൽകുന്നതാണ്. അത് കേവലം അയാളുടെ കുടുംബത്തിന് മാത്രമായിരിക്കും. അയാൾക്ക് ദുരാഗ്രഹം നൽകി, നീ വ്യാകുലപ്പെടേണ്ടതില്ല. അഥവാ നീ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു എങ്കിൽ, ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് യുദ്ധത്തിൽപ്പെടുകയാണെങ്കിൽ നിന്റെ പെൺകുട്ടികളെ സ്വന്തം പെൺമക്കളെ പോലെ വെക്കുന്നതായിരിക്കും. നീ അഥവാ രക്ഷപ്പെട്ടു എങ്കിൽ നിനക്ക് വളരെയധികം ധനം നൽകും. അപ്പോൾ അബൂ അസ്സ അറബികളെ വിളിക്കാനും ഒരുമിച്ചു കൂട്ടാനും പുറപ്പെട്ടു. സ്വയം പങ്കെടുത്തു എന്ന് മാത്രമല്ല, മറ്റു ഗോത്രക്കാരെയും മറ്റു ആളുകളെയും മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യാനായി ഒരുമിച്ചു കൂട്ടുന്നതിന് പുറപ്പെടുകയും ചെയ്തു. പിന്നീട് ഖുറൈശികളോടൊപ്പം ഉഹദ് യുദ്ധത്തിനായി പുറപ്പെട്ടു. വീണ്ടും അയാളെ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടു. അയാളല്ലാതെ ഖുറൈശികളിൽ നിന്ന് മറ്റാരെയും യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, പിടിക്കപ്പെട്ടപ്പോൾ ചോദിച്ചു, നീ കരാറിൽ ഏർപ്പെട്ടിരുന്നില്ലേ? അയാൾ പറഞ്ഞു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിർബന്ധിതാവസ്ഥയിൽ പുറപ്പെട്ടതാണ്. എനിക്ക് പെൺകുട്ടികളാണുള്ളത്. എന്നോട് നീ ഔദാര്യം കാണിച്ചാലും. രണ്ടാമതും അതേ കാര്യം തന്നെ പറഞ്ഞു, എനിക്ക് പെൺകുട്ടികളുണ്ട്, എന്നോട് ഔദാര്യം കാണിക്കുക. ആദ്യം ഔദാര്യം കാണിച്ചു വെറുതെ വിട്ടു. വീണ്ടും യുദ്ധത്തിനായി പുറപ്പെട്ടു. ഔദാര്യം കാണിച്ചാണ് വെറുതെ വിട്ടത്. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഞങ്ങളുമായി ചെയ്ത കരാർ എവിടെ പോയി? ഏതൊന്നാണോ നീ ഞാനുമായി ചെയ്തത്? ഒരിക്കലുമില്ല, ഇനി അത് സാധ്യമല്ല. അള്ളാഹുവാണ് സത്യം, നീ മക്കയിൽ ഇപ്രകാരം പറഞ്ഞു നടക്കും, ഞാൻ 2 തവണ മുഹമ്മദിനെ വഞ്ചിച്ചു, വിഡ്ഢിയാക്കി. മറ്റൊരു റിവായത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും വിശ്വാസിയെ
ഒരു മാളത്തിൽ നിന്ന് 2 തവണ കൊത്തുകയില്ല. പിന്നീട് അവിടുന്ന് കൽപ്പന നൽകി ആസിം ബിൻ സാബിത്തിനോട് പറഞ്ഞു, ഇയാളെ വധിച്ചു കളയുക. ആസിം മുന്നോട്ട് ചെന്നു അയാളുടെ കഴുത്തറുത്തു. ഇത്രമാത്രം അക്രമം ചെയ്തതിനു ശേഷം, ഈ വിധത്തിൽ കരാർ ലംഘനം ചെയ്തതിനു ശേഷം ശിക്ഷ നൽകുമ്പോൾ, എന്നിട്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നവർ നഊദു ബില്ലാഹ് ആരോപണം ഉന്നയിക്കുന്നു അവിടുന്ന് അക്രമം ചെയ്തു എന്ന്. ഇന്ന് ഹോളണ്ടിലെ രാഷ്ട്രീയക്കാരൻ മിൽഡർ ഇന്ന് അങ്ങയുടെ മേൽ വളരെ മുൻകടന്ന ആക്രമണം നടത്തുന്നു. അഥവാ ഈ ലോകത്ത് തങ്ങളുടെ രാജ്യത്തും അത്തരത്തിലുള്ള മാപ്പ് നൽകലിന്റെ മാതൃക കാണിക്കുകയാണ് എങ്കിൽ ഒരു പരിധിവരെ പറയാൻ സാധിക്കും അയാൾ തന്റെ ആരോപണം നടത്തുന്നതിൽ യോഗ്യനാണ് എന്ന്. എന്നാൽ അത്തരത്തിലുള്ള മാതൃക അയാൾക്കൊരിക്കലും സമർപ്പിക്കാൻ സാധിക്കുകയില്ല. റജി സംഭവവും ഹദ്റത്ത് ആസിമിന്റെ പരാമർശവും ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയിനിലും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസം 4 ഹിജ്രിയിൽ തന്റെ 10 സഹാബാക്കളുടെ ഒരു പാർട്ടി തയ്യാറാക്കി. അവരിൽ ആസിം ബിൻ സാബിത്തിനെ അമീറായി നിശ്ചയിച്ചു. അവർക്ക് ഇപ്രകാരം കൽപ്പന നൽകി, അവർ രഹസ്യമായി മക്കൾക്ക് സമീപം ചെന്ന് ഖുറൈശികളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുക, അവരുടെ നടപടികളെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചും അങ്ങേക്ക് അറിവ് നൽകുക. എന്നാൽ ഈ പാർട്ടി പുറപ്പെട്ടിരുന്നില്ല. അവർ ഖാറ അസൽ ഗോത്രത്തിലെ ഏതാനും ആളുകൾ അവരുടെ സമക്ഷത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ താല്പര്യമുള്ളവരാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ആളുകളെ ഞങ്ങളുടെ കൂടെ അയച്ചാലും അവർ ഞങ്ങളെ മുസ്ലിങ്ങളാക്കട്ടെ, ഇസ്ലാമിന്റെ അധ്യാപനം നൽകട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ ആഗ്രഹം അറിഞ്ഞ് വളരെ സന്തോഷിച്ചു. അതേ സംഘത്തെ തന്നെ ആരെയാണോ കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി തയ്യാറാക്കിയിരുന്നത് അവരുടെ കൂടെ അയച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ പിന്നീട് അറിയാൻ സാധിച്ചതുപോലെ ഇവർ വ്യാജന്മാരായിരുന്നു. ബനൂ ലൈഹാൻ പ്രകോപിപ്പിച്ചതുകൊണ്ട് മദീനയിൽ വന്നതായിരുന്നു. അവർ തങ്ങളുടെ നേതാവ് സുഫയാൻ ബിൻ ഖാലിദിന്റെ വധത്തിന് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിച്ച കുതന്ത്രമായിരുന്നു ഇത്. ഈ കാരണം കൊണ്ട് മുസ്ലിങ്ങളെ മദീനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അവരെ ആക്രമിക്കുകയും ചെയ്യാം. ബനൂ ലൈഹാൻ ഈ സേവനത്തിന് പകരമായി അവർ അസൽ ഖാറ ഗോത്രക്കാർക്ക് ഒരുപാട് ഒട്ടകം സമ്മാനമായി നിശ്ചയിച്ചിരുന്നു. അസൽ ഖാറ ഗോത്രത്തിലെ ഈ വഞ്ചകരായ ആളുകൾ ഉസ്ഫാനും മക്കയ്ക്കും ഇടയ്ക്ക് എത്തിയപ്പോൾ അവർ ബനൂ ലൈഹാന് രഹസ്യമായി അറിവ് നൽകി, മുസ്ലിങ്ങൾ ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്, നിങ്ങൾ വന്നുകൊള്ളുക അവരെ വധിക്കുന്നതിനു വേണ്ടി. അങ്ങനെ ബനൂ ലൈഹാനിലെ ഗോത്രത്തിലെ 200 യുവാക്കൾ, അതിൽ 100 പേർ അമ്പെയ്ത്തുകാരായിരുന്നു, മുസ്ലിങ്ങളെ പിന്തുടർന്നു വന്നു. റജി എന്ന സ്ഥലത്ത് ഇവരുമായി കണ്ടുമുട്ടി. 10 ആളുകൾ ആയിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. അവർ 200 പടയാളികളെ എങ്ങനെ നേരിടാനാണ്? എന്നാൽ മുസ്ലിങ്ങൾക്ക് ആയുധം താഴെയിടാനുള്ള കൽപ്പന നൽകിയിരുന്നില്ല. ഉടനെ തന്നെ ഈ സഹാബാക്കൾ അടുത്തുള്ള ഒരു കുന്നിൽ കയറി പോരാടാനായി തയ്യാറായി. നിഷേധികൾ അവരെ സംബന്ധിച്ചിടത്തോളം വഞ്ചിക്കുക എന്നതൊരു മോശം കാര്യമായിരുന്നില്ല. അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുന്നിൽ നിന്ന് താഴെ ഇറങ്ങുക, ഞങ്ങൾ നിങ്ങളോട് ഉറച്ച കരാറിൽ ഏർപ്പെടുന്നു, ഞങ്ങൾ നിങ്ങളെ വധിക്കുകയില്ല. ആസിം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ കരാറിൽ യാതൊരു വിധത്തിലുള്ള വിശ്വാസവുമില്ല, ഞങ്ങൾ നിങ്ങളുടെ ഈ ഉത്തരവാദിത്വത്തിൽ താഴെ ഇറങ്ങുന്നതല്ല. പിന്നീട് ആകാശത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, നീ ഞങ്ങളുടെ അവസ്ഥ കാണുന്നു. തന്റെ റസൂലിന് ഞങ്ങളുടെ ഈ അവസ്ഥയെക്കുറിച്ച് അറിവ് നൽകിയാലും. ചുരുക്കത്തിൽ ആസിമും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും യുദ്ധം ചെയ്തു. അവസാനം യുദ്ധം ചെയ്ത് ഷഹീദായി. അദ്ദേഹം കൂടുതലായി എഴുതുന്നു, ഈ റജി സംഭവവുമായി ബന്ധപ്പെട്ട് ഈ റിവായത്തും വരുന്നു. മക്കയിലെ ഖുറൈശികൾക്ക് ഈ അറിവ് ലഭിച്ചപ്പോൾ ആരാണോ ബനൂ ലൈഹാന്റെ കൈകൾ കൊണ്ട് റജിയിൽ ഷഹീദായത് അവരിൽ ആസിം ബിൻ സാബിത്തുമുണ്ട്. കാരണം ആസിം ബദർ അവസരത്തിൽ ഖുറൈശികളുടെ ഒരു വലിയ നേതാവിനെ വധിച്ചിരുന്നു. അതുകൊണ്ട് അവർ റജിയിലേക്ക് പ്രത്യേകമായ ആളുകളെ അയച്ചു. ആളുകൾക്ക് താക്കീത് ചെയ്തു, ആസിമിന്റെ തലയോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ മുറിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം കൊണ്ടുവരിക. അവർക്ക് സമാധാനം ഉണ്ടാകുന്നതിനും
അവരുടെ വികാരം തൃപ്തിയടയാനും വേണ്ടി. മറ്റൊരു റിവായത്തിൽ ഇതും കാണാം, ഏതൊരാളെയാണോ ആസിം വധിച്ചിരുന്നത് അയാളുടെ മാതാവ് സുലാഫ ബിൻത് സഅദ് ഇപ്രകാരം നേർച്ച ചെയ്തിരുന്നു: അവൾ തന്റെ മകന്റെ ഘാതകന്റെ തലയോട്ടിയിൽ മദ്യം ഒഴിച്ചു കുടിക്കും. എന്നാൽ ദൈവിക പ്രവർത്തനം ഈ വിധത്തിലായി: ഇവർ അവിടെ എത്തിയപ്പോൾ എന്താണ് കാണുന്നത്? കടുന്തലുകളും തേനീച്ചകളുടെയും കൂട്ടം ആസിമിന്റെ ശവശരീരത്തിൽ കൂടി നിൽക്കുകയാണ്. അത് ഒരു വിധത്തിലും അവിടെ നിന്ന് പോകുന്നില്ല. ഇവർ ഈ കടുന്തലുകളും ഈച്ചകളും അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി വളരെയധികം ശ്രമിച്ചു. എന്നാൽ ഒരു ശ്രമവും വിജയിച്ചില്ല. അവസാനം നിർബന്ധിതരായി അവർ പരാജിതരായി അവിടെ നിന്ന് തിരിച്ചുപോയി. അതിനുശേഷം പെട്ടെന്ന് തന്നെ മഴയുടെ ഒരു കൊടുങ്കാറ്റ് വന്നു. ആസിമിന്റെ ശവശരീരം ഒഴുക്കി അവിടെ നിന്ന് മറ്റെവിടേക്കോ കൊണ്ടുപോയി. എഴുതുന്നു, ആസിം മുസ്ലിം ആയതിനു ശേഷം ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തിരുന്നു: ഇനി ഭാവിയിൽ അദ്ദേഹം എല്ലാവിധത്തിലുള്ള ശിർക്ക്പരമായ കാര്യങ്ങളിൽ നിന്നും തീർത്തും വിട്ടു നിൽക്കുന്നതാണ്. ഏതുവരെ എന്നാൽ മുശ്രിക്കീങ്ങളെ തൊടുക പോലും ഇല്ല. ഹദ്റത്ത് ഉമറിന് ഈ അദ്ദേഹത്തിന്റെ ഷഹാദത്തിനെ കുറിച്ചുള്ള വാർത്ത ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: അള്ളാഹു തന്റെ ദാസരുടെ വികാരം ഏതു വിധത്തിലാണ് മാനിക്കുന്നത്. മരണത്തിനു ശേഷവും അവൻ ആസിമിന്റെ പ്രതിജ്ഞയെ പൂർത്തിയാക്കി. മുശ്രിക്കീങ്ങൾ സ്പർശിക്കുന്നതിൽ നിന്ന് പോലും അദ്ദേഹത്തെ സുരക്ഷിതനാക്കി വെച്ചു. ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ ഹമിയുദ്ദബർ എന്നും, അതായത് ആരെയാണോ കടുന്നൽ കൊണ്ടും തേനീച്ച കൊണ്ടും രക്ഷപ്പെടുത്തിയത് എന്നും പറയാറുണ്ട്. അള്ളാഹു മരണത്തിനു ശേഷവും കടുന്നലുകളിലൂടെ അങ്ങയെ സംരക്ഷിച്ചു. ഹദ്റത്ത് ആസിമും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഷഹാദത്തിനു ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസം മുഴുവൻ സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതി. റേൽ സഖ്വാൻ ബനു ലൈഹാൻ ഗോത്രത്തിനുമേൽ ശാപപ്രാർത്ഥന നടത്തി. മറ്റൊരു റിവായത്തിൽ വരുന്നു, ആസിം ശത്രുക്കൾക്കെതിരെ അമ്പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം കവിത ചൊല്ലുമായിരുന്നു: അൽ മൗതു ഹക്കുൻ അൽ ഹയാത്തു ബാത്തിനു വകുല്ലി മാ ഖസൽ ഇലാഹു നാസിലുൻ വൽ മർഉ വൽ മർറ ഇലാ ആയിലുൻ. അതായത് മരണം സത്യമാണ്, ജീവിതം നിരർത്ഥകമാണ്. അള്ളാഹു ഒരു മനുഷ്യനെ കുറിച്ച് തീരുമാനിച്ചാൽ അത് തന്നെ സംഭവിക്കുന്നതാണ്. ആ മനുഷ്യനും ആ തീരുമാനം സ്വീകരിക്കേണ്ടി വരും. ഹദ്റത്ത് ആസിമിന്റെ അമ്പ് തീർന്നപ്പോൾ അദ്ദേഹം കുന്തം കൊണ്ട് യുദ്ധം ചെയ്തു. കുന്തവും പൊട്ടിപ്പോയി. വാളെടുത്തു, യുദ്ധം ചെയ്ത് ജീവൻ സമർപ്പിച്ചു. രണ്ടാമത്തെ സഹാബി സ്മരിക്കാനുള്ളത് ഹദ്റത്ത് സഹൽ ബിൻ ഹുനൈഫ് അൻസാരിയാണ്. ഹുനൈഫ് ബിൻ വഹബ് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. മാതാവിന്റെ പേര് ഹിന്ദ് ബിൻത് റാഫി എന്നായിരുന്നു. മാതാവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങേക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു, അബ്ദുല്ലായും നുഅ്മാനും. ഇദ്ദേഹത്തിന്റെ മക്കളിൽ മകൻ അസദും ഉസ്മാനും സഅദും ഉണ്ടായിരുന്നു. ഹദ്റത്ത് സഅദിന്റെ മക്കൾ മദീനയിലും ബാഗ്ദാദിലും താമസിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്കും ഹദ്റത്ത് അലിക്കും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. ഇദ്ദേഹം ബദർ യുദ്ധമടക്കം എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ഹദ്റത്ത് സഅദ് ബിൻ ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു ഉന്നത സ്ഥാനീയ സഹാബിയായിരുന്നു. എന്നാൽ അങ്ങയുടെ സാമ്പത്തിക അവസ്ഥ സുദൃഢമായിരുന്നില്ല. ഇബ്നു ഉഐനയിൽ നിന്ന് നിവേദനം: ഹദ്റത്ത് സഹൽ വിവരിക്കുന്നു, ഞാൻ സുഹൈരി പറയുന്നതായി കേട്ടു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നസീറിന്റെ ധനത്തിൽ നിന്ന് അബൂ അയാന വിവരിക്കുന്നു, ഞാൻ സുഹൈരി പറയുന്നതായി കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നസീറിന്റെ ധനത്തിൽ നിന്ന് ഹദ്റത്ത് സഅദ് ബിൻ ഹുനൈഫ്, ഹദ്റത്ത് അബൂ ദുജാനയും കൂടാതെ അൻസാരികൾക്ക് മറ്റാർക്കും തന്നെ പങ്ക് നൽകിയില്ല. കാരണം ഇവർ 2 പേരും പ്രയാസത്തിലുള്ളവരായിരുന്നു. ഇബ്നു ഇസ്ഹാഖ് വിവരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം ഹദ്റത്ത് അലി 3 പകലും 3 രാത്രിയും മക്കയിൽ താമസിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഉണ്ടായിരുന്ന ആളുകളുടെ അമാനത്തുകൾ അവർക്ക് തിരിച്ചു നൽകി. പിന്നീട് ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹു
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അങ്ങയോടൊപ്പം ഹദ്റത്ത് കുൽസും ബിൻ ഹിദമിന്റെ പക്കൽ താമസിച്ചു. യാത്രക്കിടയിൽ ഖുബായിലും 1-2 ദിവസം ഹദ്റത്ത് അലി താമസിച്ചു. അവിടുന്ന് വിവരിക്കുന്നു, ഖുബായിൽ ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ കണ്ടു, രാത്രി ഒരു മനുഷ്യൻ വന്ന് അവളുടെ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ ആ സ്ത്രീ പുറത്തു വരുന്നു. ആ മനുഷ്യൻ എന്തോ വസ്തു അവൾക്ക് നൽകുന്നു. അവൾ അത് വാങ്ങിക്കുന്നു. അവിടുന്ന് പറയുന്നു, എനിക്ക് ഇക്കാര്യത്തിൽ സംശയം തോന്നി. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഓ അള്ളാഹുവിന്റെ ദാസി, ആ മനുഷ്യൻ ആരാണ് എല്ലാ ദിവസവും നിന്റെ വാതിലിൽ മുട്ടുന്നത്? നീ പുറത്തു വരുന്നു, നിനക്ക് എന്തോ വസ്തു അയാൾ നൽകുന്നു. അത് എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. നീ ഒരു മുസ്ലിം സ്ത്രീയാണ്, നിനക്ക് ഭർത്താവും ഇല്ല. അതുകൊണ്ട് രാത്രിയിൽ പുറത്തു വരുന്നതും അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതും ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നത് ശരിയായ രീതിയല്ല. ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം സഹൽ ബിൻ ഹുനൈഫാണ്. അദ്ദേഹത്തിന് അറിയാം ഞാൻ ഒറ്റക്കുള്ള സ്ത്രീയാണ് എന്ന് എനിക്കാരും ഇല്ല. അതുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹം തന്റെ ആളുകളുടെ സമുദായത്തിന്റെ ബന്ധുക്കളുടെ ബിംബങ്ങളെ തകർക്കുന്നു. എന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് നൽകുന്നു. ഞാൻ അത് കത്തിക്കുന്നതിനു വേണ്ടി. ഇബ്നു ഇസ്ഹാഖ് പറയുന്നതനുസരിച്ച് ഹദ്റത്ത് അലി ഹദ്റത്ത് സഅദിന്റെ മരണം വരെ ഈ സംഭവം വിവരിക്കാറുണ്ടായിരുന്നു. അതായത് തന്റെ ആളുകളിൽ നിന്ന് ശിർക്ക് തുടച്ചു നീക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഈ ഉപായം സ്വീകരിച്ചു. ഹദ്റത്ത് സഹൽ ബിൻ ഹുനൈഫ് ആ ഉന്നതസ്ഥാനീയരായ സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. ആരാണ് ഉഹദ് ദിവസം സ്ഥിരചിത്തത കാണിച്ചത്? ആ ദിവസം അദ്ദേഹം മരണത്തിന്റെ കാര്യത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തു. ആ സഹാബി റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പരിചയം നിന്നു. ശത്രുക്കളുടെ ശക്തമായ ആക്രമണം കാരണം മുസ്ലിങ്ങൾ ചിന്ന ഭിന്നമായപ്പോൾ ആ ദിവസം അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് അമ്പെയ്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബ്ബിലു സഹലം ഫഇന്നഹു സഹല. സഹലിന് അമ്പ് നൽകുക, കാരണം അമ്പ് എയ്യുന്നത് അദ്ദേഹത്തിന് എളുപ്പമുള്ള കാര്യമാണ്. വിവരിക്കപ്പെടുന്നു, ഹസൂൽ ശൂല യുദ്ധത്തിൽ പ്രാവീണ്യം ഉള്ള ഒരു യഹൂദിയായിരുന്നു. അയാൾ എറിയുന്ന കുന്തം മറ്റുള്ളവർ എറിയുന്ന കുന്തം എത്താത്ത സ്ഥലങ്ങളിൽ പോലും എത്തുമായിരുന്നു. ബനു നദീറിനെ വളഞ്ഞ ദിവസങ്ങളിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കി. ഹസൂൽ കുന്തം എറിഞ്ഞു, അത് ആ കൂടാരം വരെ എത്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് കൽപ്പന നൽകി, ഇതിനെ, അതായത് കൂടാരത്തെ ഇവിടെ നിന്ന് മാറ്റുക. അങ്ങനെ ആ കൂടാരം അവിടെ നിന്ന് മാറ്റി. പിന്നീട് അതിനുശേഷം ഹദ്റത്ത് അലി അയാളെ പിടിക്കാനായി പോയി. ഹുസൂൽ ഒരു സംഘത്തെ കൂട്ടി മുസ്ലിങ്ങളുടെ ഏതെങ്കിലും വലിയ നേതാവിനെ വധിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി പുറപ്പെടുകയായിരുന്നു. ഈ ശൂലയുദ്ധക്കാരൻ ഹദ്റത്ത് അലി അവസരം നോക്കി അയാളെ വധിച്ചു കളഞ്ഞു. അയാളുടെ തല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം സമർപ്പിച്ചു. അതിനുശേഷം ഉണ്ടായിരുന്ന ആളുകൾ ഓടിപ്പോയി. അവരെ തുരത്തുന്നതിനു വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലിയുടെ നേതൃത്വത്തിൽ 10 ആളുകൾ അടങ്ങിയ ഒരു സംഘത്തെ അയച്ചു. അവർ അവരെ പിന്തുടർന്നുകൊണ്ട് അവരെ വധിച്ചു കളഞ്ഞു. അവർ യുദ്ധം ചെയ്യാനും മറഞ്ഞിരുന്ന് ആളുകളെ വധിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു. ഈ സംഘത്തിൽ ഹദ്റത്ത് അലിയോടൊപ്പം പോയവരിൽ ഹദ്റത്ത് അബൂ ദജാന, ഹദ്റത്ത് സഹൽ ബിൻ ഹുനൈഫും ഉൾപ്പെട്ടിരുന്നു. ഒരു ദിവസവും ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങളിൽ ആ കാലഘട്ടത്തിൽ ഭയമില്ലാതെയും സമാധാനത്തോടും കൂടി കഴിച്ചുകൂട്ടിയതായി. എല്ലാ ദിവസവും ശത്രുക്കൾ ആക്രമിക്കുമായിരുന്നു. ഈ വിധത്തിൽ വധിക്കാൻ ഉദ്ദേശിച്ച ശത്രുക്കളോട് ഇതേ പെരുമാറ്റം തന്നെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ വിജയത്തിന് ശേഷം വാദിൽ ഖുറായിലേക്ക് തിരിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം വാദിൽ ഖുറായിൽ ഇറങ്ങിയപ്പോൾ യഹൂദികൾ മുമ്പ് തന്നെ യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ അമ്പുമായി അവരെ വരവേറ്റു. മുസ്ലിങ്ങളുടെ നേരെ അമ്പെയ്യാൻ തുടങ്ങി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ, അദ്ദേഹത്തിന്റെ പേര് മിഥിൻ എന്നായിരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിൽ നിന്ന് സാധനങ്ങളും മറ്റും ഇറക്കി വെക്കുകയായിരുന്നു. ഒരു അമ്പ് വന്ന് അദ്ദേഹത്തിന് ഏൽക്കുകയും
അങ്ങനെ അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ വരിയായി നിൽക്കാൻ സഹാബാക്കൾക്ക് കൽപ്പന നൽകി. പതാക ഹദ്റത്ത് സഅദ് ബിൻ ഉബാദക്ക് നൽകി. പതാകയിൽ ഒന്ന് ഹദ്റത്ത് ഖബാദ് ബിൻ മുൻദിർ, രണ്ടാമത്തേത് ഹദ്റത്ത് സഅദ് ബിൻ ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാമത്തേത് ഹദ്റത്ത് അബ്ബാദ് ബിൻ ബിഷർ റളിയല്ലാഹു തആല അൻഹുവിന് നൽകി. ഈ യുദ്ധത്തിന്റെ ഫലമായി ഈ മുഴുവൻ പ്രദേശവും മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു. ഇവിടെ അള്ളാഹു വിജയം നൽകി. ഇവിടെ നിന്ന് അള്ളാഹു വളരെയധികം ധനവും നൽകി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ 4 ദിവസം താമസിച്ചു. സഹാബാക്കളിൽ ഗനീമത്ത് വിതരണം ചെയ്തു. ഇവിടുത്തെ ഭൂമിയും തോട്ടങ്ങളും യഹൂദികളുടെ പക്കൽ തന്നെ നിലനിർത്തി. വിജയം വരിച്ചിട്ടും ഭൂമിയും തോട്ടങ്ങളും അത് അവരുടെ പക്കൽ തന്നെ നൽകി. എന്നാൽ തന്റെ ഭാഗത്ത് നിന്ന് അതിന് ഒരു മേൽനോട്ടക്കാരൻ നിശ്ചയിച്ചു. ഇതാണ് ശത്രുക്കളോടുള്ള നല്ല പെരുമാറ്റത്തിന് ഉന്നത മാതൃക. ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ നൽകി. അവരിൽ നിന്ന് ടാക്സും കുറച്ച് പങ്കും വസൂൽ ചെയ്യുന്നതിനു വേണ്ടി ഒരാളെ നിശ്ചയിച്ചു. ആ കാലത്തെ രീതി അനുസരിച്ച് അഥവാ അത്തരം ശത്രുക്കളുടെ ധനവും മറ്റും പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിലൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഔദാര്യം കാണിച്ചു. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, സിറിയ ദേശം ജയിച്ചടക്കിയപ്പോൾ തന്റെ ഗ്രന്ഥം സീറത്ത് ഖാത്തമുൻ നബീനിൽ അദ്ദേഹം എഴുതുന്നു, സിറിയ ദേശം ജയിച്ചടക്കിയപ്പോൾ അവിടുത്തെ ക്രിസ്തീയ ജനങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ വന്നു. ഒരു ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി സഹൽ ബിൻ ഹുനൈഫും ഖൈസ് ബിൻ സഅദും ഖാദിസിയയിലെ ഒരു നഗരത്തിൽ എവിടെയോ ഇരിക്കുകയായിരുന്നു. അവരുടെ അടുത്തുകൂടി ഒരു ക്രിസ്ത്യാനിയുടെ ശവമഞ്ചം കടന്നുപോയി. ഇവർ 2 സഹാബാക്കളും അത് കണ്ട് ബഹുമാനപുരസ്സരം എഴുന്നേറ്റു നിന്നു. ഒരു മുസ്ലിം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹവാസത്തിൽ ഉള്ള ആളായിരുന്നില്ല. ഈ ഗുണങ്ങളെക്കുറിച്ച് ഏതൊന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അറിവില്ലാത്ത ആളായിരുന്നു. ഇത് കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. വിസ്മയിച്ചുകൊണ്ട് സഹലിനോടും കൈസിനോടും പറഞ്ഞു, ഇത് ഒരു ദിമ്മിയായ ക്രിസ്ത്യാനിയുടെ ശവശരീരമാണ്. അവർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾക്കതറിയാം. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ഇതായിരുന്നു. അവിടുന്ന് അമുസ്ലിങ്ങളുടെ ജനാസ കണ്ടുകൊണ്ടും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഇവരിൽ അള്ളാഹു സൃഷ്ടിച്ച ജീവൻ ഉണ്ടായിരുന്നില്ലേ? ഇതാണ് മനുഷ്യത്വത്തെ ആദരിക്കുന്നതിനുള്ള, അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള വെറുപ്പുകൾ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഒരു മാർഗം. അതിന്റെ അടിസ്ഥാനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. ആ ഉന്നതമായ മാതൃക പിന്നീട് സഹാബാക്കൾ സ്വായത്തമാക്കി. അബൂ വായിലിൽ നിന്ന് നിവേദനം, ഞങ്ങൾ സിഫീനിൽ ആയിരുന്നു. ഹദ്റത്ത് സഅൽ ബിൻ ഹുനൈഫ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, തങ്ങളെ തന്നെ സ്വയം തെറ്റിലായി മനസ്സിലാക്കുക. കാരണം ഞങ്ങൾ ഹുദൈബിയ സംഭവത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങൾ നേരിടാനുള്ള അവസരം കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും നേരിടുമായിരുന്നു. ഇതിനിടയ്ക്ക് ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് വന്നു. ഹുദൈബിയ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, നാം സത്യത്തിലല്ലേ? നിഷേധികൾ കളവിലും. അവിടുന്ന് പറഞ്ഞു, അതെ, തീർച്ചയായും നമ്മുടെ വധിക്കപ്പെട്ടവർ സ്വർഗത്തിലും അവരുടെ വധിക്കപ്പെട്ടവർ അഗ്നിയിലുമല്ലേ? അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും അതെ. അപ്പോൾ ഹദ്റത്ത് ഉമർ പറഞ്ഞു, നാം നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ പിന്നീട് എന്തിനാണ് ഈ നിന്ദ്യത സഹിക്കുന്നത്? ഹുദൈബിയ ദിവസം സുൽഹ് ചെയ്യുമ്പോൾ നാം ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ തിരിച്ചു പോവുകയാണോ? ഏതുവരെ? എന്നാൽ അള്ളാഹു നമുക്കും അവർക്കും ഇടയിൽ തീരുമാനം കൽപ്പിക്കുന്നത് വരെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖത്താബിന്റെ മകനെ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു എന്നെ ഒരിക്കലും തന്നെ പഴാക്കി കളയുകയില്ല. പിന്നീട് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പക്കൽ ചെന്നു. അദ്ദേഹത്തോടും അതെല്ലാം തന്നെ പറഞ്ഞു. ഏതൊന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു അദ്ദേഹത്തെ ഒരിക്കലും തന്നെ പഴാക്കുകയില്ല. പിന്നീട് തുടർന്ന് എഴുതുന്നു, ബുഖാരിയിലെ ഹദീസാണ്. പിന്നീട് സൂറത്തുൽ ഫത്ത് അവതരിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിന് അവസാനം വരെ അത് ഒതുക്കേൽപ്പിച്ചു. ഹദ്റത്ത് ഉമർ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഇത് വിജയമാണോ? അവിടുന്ന് പറഞ്ഞു, അതെ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സയ്യിദ് വലിയുല്ലാ ഷാ സാഹിബ് എഴുതുന്നു, സിഫീൻ ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് ഹദ്റത്ത് അലിക്കും ഹദ്റത്ത് മുആവിയക്കും ഇടയിൽ യുദ്ധം നടന്നു. ഹദ്റത്ത് മുആവിയ സൈന്യത്തിലെ ആളുകൾക്ക് ഈ കാര്യം തോന്നാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പരാജയം വരാൻ പോകുന്നു. അവർ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആനെ വിധികർത്താവായി തീരുമാനമെടുക്കുക. അങ്ങനെ ഈ കാര്യത്തിൽ യുദ്ധം അവസാനിച്ചു. ഹദ്റത്ത് അലിയുടെ ഭാഗത്ത് നിന്ന് യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള പ്രഖ്യാപനമുണ്ടായി. ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് യുദ്ധം നിർത്തിയതിൽ ആരോപണം ഉയർന്നു. ഹദ്റത്ത് സഹൽ
ഹസ്രത്ത് അലിയുടെ ഭാഗത്തു നിന്നാണ് പങ്കെടുത്തത്. ഹസ്രത്ത് സഹൽ ബിൻ ഹുനൈഫ് അവരോട് പറഞ്ഞു, ഇത്തഹിമു അൻഫുസക്കും, നിങ്ങളുടെ അഭിപ്രായത്തെ മാത്രം ശരിയായി ഗണിക്കരുത്. കാരണം ഇതിനു മുമ്പ് സുലാഹ് ഹുദൈബിയയുടെ അവസരത്തിൽ ഹസ്രത്ത് ഉമറിനും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം സംഭവം പറഞ്ഞു തന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരചിത്തതയും കരാർ പാലനത്തിലും അനുഗ്രഹം നൽകപ്പെട്ടു. അവിടുന്ന് അപകടത്തിൽ നിന്ന് സുരക്ഷിതനായി. പറയുന്നു, ആളുകൾ ഏതൊരു കാര്യമാണോ നിന്ദ്യതയും ബലഹീനതയുമായി പറഞ്ഞിരുന്നത്, അള്ളാഹു അതേ കാര്യത്തെ തന്നെ ശക്തിക്കും അഭിമാനത്തിനും കാരണമാക്കി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ചെറുതും വലുതും ആയ കാര്യത്തിൽ കരാർ പാലനത്തെ മുന്നിൽ വെച്ചു. ഇവിടെ ഈ വഞ്ചന നടന്നു, ആ ഒരു ഫലം ഉണ്ടായില്ല. എന്നാൽ വിശ്വാസി എപ്പോഴും സദ്ഭാവന വെച്ചു പുലർത്തണം. ഏതൊരു കരാറാണോ അള്ളാഹുവിന്റെ പേരിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ കാര്യം എല്ലാം നോക്കിക്കൊണ്ട് പാലിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് വിശ്വാസികളുടെ പ്രൗഢി. ഏതായിരുന്നാലും രണ്ടാമതും വഞ്ചനയിൽ അകപ്പെടാൻ പാടില്ല. അവിടെ അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു തരികയും ചെയ്തിരുന്നു. അതിനെ വിവരിച്ചുകൊണ്ടാണ് ഹദ്റത്ത് സഹൽ ഇത് പറഞ്ഞത്. സന്ധി ചെയ്യുകയാണെങ്കിൽ, യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ നമ്മളും ഹുദൈബിയ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് സന്ധി ചെയ്യേണ്ടതാണ്. ഹദ്റത്ത് സഹൽ ബിൻ ഹുനൈഫിൽ നിന്ന് നിവേദനം. അദ്ദേഹം വിവരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ മക്കയിലേക്ക് എന്റെ സന്ദേശം എത്തിക്കുക, നീ ചെന്നവർക്ക് എന്റെ സലാം എത്തിക്കുക. അവരോട് പറയുക, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് 3 കാര്യങ്ങൾ കൽപ്പിക്കുന്നു. നിങ്ങളുടെ പൂർവികന്മാരെ വെച്ച് സത്യം ചെയ്യരുത്. പൂർവിക പിതാക്കളെ വെച്ച് സത്യം ചെയ്യുന്നത് വിലക്കപ്പെട്ടതാണ്, പാപമാണ്. നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് ഇരിക്കുമ്പോൾ തങ്ങളുടെ മുഖവും പിൻഭാഗവും കിബിലക്ക് നേരെയാക്കിയിരിക്കരുത്, വടക്ക് തെക്കായി ഇരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 3-ാമത്തെ ഉപദേശം ഇതാണ് നൽകിയത്, എല്ലുകൊണ്ടും ചാണകം കൊണ്ടും ശുചിത്വം ചെയ്യരുത്. ഇതും പലവിധത്തിലുള്ള യുക്തി അടങ്ങിയ കാര്യമാണ്. പലവിധത്തിലുള്ള ബാക്ടീരിയകളും ഉണ്ടായിരിക്കും, അത് മുഖേന ഇൻഫെക്ഷനും മറ്റും ഉണ്ടാകും. ഇന്ന് ടിഷ്യൂവിന്റെയും വെള്ളത്തിന്റെയും രീതിയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ വനത്തിൽ കല്ലും അതുപോലെ തന്നെ എല്ലും മറ്റും ഉപയോഗിക്കുമായിരുന്നു. അതിനെ അവിടുന്ന് വിലക്കി. ഏതുപോലെ മുമ്പ് പരാമർശിച്ചു കഴിഞ്ഞു. ഹദ്റത്ത് അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ വാൾ ഇന്ന് വളരെ മഹത്വം കാണിച്ചു. അപ്പോൾ ഹദ്റത്ത് ആസിം ബിൻ സാബിത്തിനെയും ഹദ്റത്ത് സഹൽ ബിൻ ഹുനൈഫിനെയും കുറിച്ചും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞു. ഇവരുടെ വാളുകളും ഇന്ന് വളരെയധികം പ്രാവീണ്യം കാണിച്ചു. ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്തപ്പോൾ സഹൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹദ്റത്ത് അലി ബസ്രയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹദ്റത്ത് സഹലിനെ തന്റെ പ്രതിനിധിയാക്കി നിശ്ചയിച്ചു. അദ്ദേഹം ഹദ്റത്ത് അലിയോടൊപ്പം സിഫീൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ഹദ്റത്ത് അലി അദ്ദേഹത്തെ ഫാരിസ് നഗരത്തിന്റെ മേൽനോട്ടക്കാരനാക്കി. എന്നാൽ അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ ഹദ്റത്ത് അലി സിയാദിനെ അയച്ചു. അദ്ദേഹത്തിൽ ഫാരിസ്കാർ തൃപ്തരായി. അവർക്ക് അദ്ദേഹത്തിന് ടാക്സും മറ്റും നൽകി. പുറത്താക്കിയതിന് ഔദുബിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റായ കാര്യം ചെയ്തുകൊണ്ടല്ല, മറിച്ച് പല വിധത്തിലുള്ള പ്രകൃതമായിരിക്കും. മനുഷ്യരുടേത് പ്രത്യേക പ്രകൃതമായിരിക്കും, എല്ലാവർക്കും പ്രത്യേകമായ പ്രകൃതം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഹദ്റത്ത് സിയാദ് ഫാരിസിനെ നല്ല നില പിടിച്ചടക്കി. പിന്നീട് അവരുമായി രഞ്ജിപ്പും ടാക്സും മറ്റും നൽകി. ഹദ്റത്ത് സഹൽ ബിൻ ഹുനൈഫിന്റെ മരണം സിഫീൻ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂഫയിൽ വെച്ച് 38 ഹിജ്രിയിൽ നടന്നു. അങ്ങയുടെ ജനാസ നമസ്കാരം ഹദ്റത്ത് അലിയാണ് നമസ്കരിപ്പിച്ചത്. ഹദ്റത്ത് നഹഷ് ബിൻ മുഅത്തർ വിവരിക്കുന്നു, ഹദ്റത്ത് സഹൽ ബിൻ ഹുനൈഫ് വഫാത്തായപ്പോൾ ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിപ്പിക്കുന്നതിന് വേണ്ടി മൈതാനത്തിലേക്ക് വന്നു. ഹദ്റത്ത് അലി ജനാസ നമസ്കാരത്തിൽ 6 തക്ബീറുകൾ ചൊല്ലി. ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ഹദ്റത്ത് സഹൽ ബദരി സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ജനാസ ജബാന എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഹദ്റത്ത് കർദ ബിൻ കഅബ് തന്റെ ഏതാനും സുഹൃത്തുക്കളോടൊപ്പം അവരെ കണ്ടുമുട്ടി.
അദ്ദേഹം ഹദരത്ത് അലിയോട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ ഹദരത്ത് സഅദിന്റെ ജനാസയിൽ പങ്കെടുത്തില്ല. അപ്പോൾ ഹദരത്ത് അലി അവർക്ക് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കാൻ അനുവാദം നൽകി. അവർ ഹദരത്ത് കർദയുടെ ഇമാമത്തിൽ സഹലിന്റെ ജനാസ നമസ്കരിപ്പിച്ചു. മൂന്നാമത്തെ സഹാബി പരാമർശിക്കാനുള്ള ഹദരത്ത് ജബ്ബാർ ബിൻ സഖർ ആണ്. സഖർ ബിൻ ഉമയ്യയുടെ മകനായിരുന്നു. ഹദരത്ത് ജബ്ബാർ 70 അൻസാറുകളോടൊപ്പം ബൈഅത്തെ ഉഖബയിൽ സാനിയയിൽ പങ്കെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും ഹദരത്ത് മിഖ്ദാർ ബിൻ അംറിനും ഇടയ്ക്ക് സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ബദർ യുദ്ധസമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 32 ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഖാരിസ് ഈത്തപ്പഴത്തിന്റെ വിളവ് കണക്കാക്കുന്ന ആളാക്കി കൊണ്ട് ഖൈബറിലേക്ക് അയക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 30 ഹിജ്രിയിൽ മദീനയിൽ നടന്നു. വഫാത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് 32 വയസ്സ് പ്രായമായിരുന്നു. ഹദരത്ത് ജബ്ബാർ ബദർ, ഉഹദ്, ഖന്ദക് മുതലായ എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. ഹദരത്ത് ജബ്ബാർ ബിൻ സഖർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് അദ്ദേഹം വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് മക്കയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ആരാണ് എനിക്ക് മുമ്പ് അസായ സ്ഥലത്ത് പോവുകയും ഞാൻ എത്തുന്നതുവരേക്കും അവിടുത്തെ ഹൗല് മണ്ണുകൊണ്ട് അതിന്റെ ദ്വാരങ്ങൾ അടച്ചുകൊണ്ട് അതിനെ വിശാലമാക്കി അതിൽ വെള്ളം നിറക്കുക. അബു ഐസ് പറയുന്നു, ഇതാ സ്ഥലമാണ്, അവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അയച്ചത്. നിവേദകൻ പറയുന്നു, ജബ്ബാർ പറയുകയുണ്ടായി, ഞാൻ എഴുന്നേറ്റ് നിന്നു, ഞാൻ ഈ സേവനം ചെയ്യാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോവുക. അസ്ഹായിൽ എത്തി ആ ഹൗല് അറ്റകുറ്റപ്പണി നടത്തി അതിനെ വിശാലമാക്കി അതിൽ വെള്ളം നിറച്ചു. അപ്പോൾ എന്നിൽ ഉറക്കം അതീശത്ത് നേടി ഞാൻ ഉറങ്ങി. എന്നെ ഉണർത്തിയില്ല. എന്നാൽ ആ വ്യക്തി ആരുടെ ഒട്ടകമാണോ അദ്ദേഹത്തിൽ നിന്ന് കൈവിട്ടു പോയിരുന്നത്, അതായത് വളരെ വേഗത്തിൽ അവിടെ എത്തിയത്, അദ്ദേഹം അതിനെ ഹൗലിൽ പോകുന്നതിന് തടയുകയായിരുന്നു. വെള്ളത്തിന്റെ അടുത്തേക്ക് അത് പോവുകയായിരുന്നു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, അല്ലയോ ഹൗലുകാരാ, നിന്റെ ഹൗലിലേക്ക് എത്തുക. ഞാൻ എന്താണ് കാണുന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഞാൻ പറഞ്ഞു, ശരി. അദ്ദേഹം വിവരിക്കുന്നു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തെ വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്ക് ഇറക്കി. പിന്നീട് അവിടെ തിരിച്ചു വന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, പാത്രമെടുത്ത് എന്റെ കൂടെ വരിക. ഞാൻ പാത്രം കൊണ്ട് അങ്ങയുടെ പിന്നാലെ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലം നല്ല പോലെ ഒളു ചെയ്തു. ഞാനും അങ്ങയോടൊപ്പം ഒളു ചെയ്തു. അവിടുന്ന് നമസ്കാരത്തിനായി എഴുന്നേറ്റ് നിന്നു. ഞാൻ അങ്ങയുടെ ഇടതുഭാഗത്ത് നിന്നു. അവിടെ എത്തിയതിനു ശേഷം ആദ്യത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലം ചെയ്തത് ഒളു എടുത്തു. എന്നിട്ട് നഫൽ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഇടതുഭാഗത്ത് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്നെ വലതുഭാഗത്താക്കി. നഫൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിന്ത വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം നമസ്കരിക്കണം. അപ്പോൾ അദ്ദേഹം ഇടതുഭാഗത്ത് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ കൈ പിടിച്ചു വലതുഭാഗത്താക്കി. ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിൽ രണ്ടുപേരാണുള്ളത് എങ്കിൽ രണ്ടാമത്തെ ആൾ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കേണ്ടതാണ്. പറയുന്നു, ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റുള്ളവരും വന്നു ചേരുകയുണ്ടായി. ബദർ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ക്ഫിനി നൗഫൽ ബിൻ ഖുവൈലദ്. അല്ലാഹുവേ, നുഫൈൽ ബിൻ ഖുവൈലദ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വലിയൊരു നേതാവായിരുന്നു. അയാൾ എനിക്ക് മതിയായവനായി കേണമേ. ഹദരത്ത് ജബ്ബാർ ബിൻ സഖർ അദ്ദേഹത്തെ തടവിലാക്കിയിരുന്നു. ഹദരത്ത് അലി അയാളുടെ അടുത്ത് വന്ന് അയാളെ വധിച്ചു കളഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നൗഫലിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? ഹദരത്ത് അലി പറഞ്ഞു, ഞാൻ അയാളെ വധിച്ചു കളഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം ദുആ ചെയ്തു, എല്ലാ സ്തുതിയും അല്ലാഹുവിനുള്ളതാണ്. ആരാണോ എന്റെ ദുആയെ സ്വീകരിച്ചത്? വളരെ ശക്തനായ ശത്രുവായിരുന്നു. അയാൾക്ക് വേണ്ടി അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവെ, അയാൾക്ക് വേണ്ടി എന്നെ മതിയായവനാക്കണമേ. പിന്നീട് അല്ലാഹു അയാളെ വധിക്കാനുള്ള സംവിധാനം ഒരുക്കി. മറ്റൊരു റിവായത്തിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്തപ്പോൾ ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു തങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കണമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദ്ധരണികളുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെയാണ് ഇരിക്കുന്നത് അവിടെയായിരിക്കും എന്റെ താമസം. ഒട്ടകം മദീനയിലൂടെ
കടന്നു പോകുമ്പോൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിച്ചാലും. എന്നാൽ അവിടുന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതിന്റെ മാർഗം വെറുതെ വിടുക, ഇതിന് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു, അതായത് സ്വയം ഇത് അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് ഇരിക്കുന്നതായിരിക്കും. ഏതുവരെ എന്നാൽ അങ്ങയുടെ ഒട്ടകം ഇപ്പോൾ എവിടെയാണ് മസ്ജിദ് നബിയുടെ വാതിലുള്ളത് അവിടെ വരെ എത്തി. മസ്ജിദിന്റെ വാതിലിന്റെ സ്ഥലത്ത് ഇരുന്നു. ഒട്ടകം ഇരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായി. അവിടുന്ന് ഒട്ടകത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നീട് ആ ഒട്ടകം വീണ്ടും എഴുന്നേറ്റു മുന്നോട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മൂക്കയർ വിട്ടിരുന്നു. പിന്നീട് ആ ഒട്ടകം വീണ്ടും അവിടെ തന്നെ വന്നിരുന്നു. അതിന്റെ കഴുത്ത് ഭൂമിയിൽ വെച്ചു. ആ സമയത്ത് ഹസ്രത്ത് ജബ്ബാർ ബിൻ സഖർ ഈ ഒരു പ്രതീക്ഷയോടുകൂടി ഒട്ടകം ബനു സൽമയുടെ മുഹല്ലയിൽ പോയി ഇരിക്കണം, അതിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അത് എഴുന്നേറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇവിടെയായിരിക്കും എന്റെ താമസം. എന്നിട്ട് അവിടുന്ന് ഈ ആയത്ത് പാരായണം ചെയ്തു, വഖുർ റബ്ബി അൻസിൽനി മുൻസിലം മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. എന്റെ നാഥ, നീ എന്നെ അനുഗ്രഹീതമായ സ്ഥാനത്ത് ഇറക്കണമേ, നീ ഇറക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഏറ്റവും അടുത്ത് താമസിക്കുന്നത്? ഹദ്റത്ത് അബു അയ്യൂബ് അൻസാരി പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഇത് ഞാനാണ്, ഇതെന്റെ വീടാണ്, ഇതെന്റെ വാതിലാണ്. ഞങ്ങൾ അങ്ങയുടെ സാധനങ്ങൾ അകത്തു വെച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ശരി, എനിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം തയ്യാറാക്കിയാലും. അവിടുന്ന് പോയി എന്നിട്ട് അങ്ങേക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം തയ്യാറാക്കി. ഷാസ് ബിൻ ഖൈസ് വളരെ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു, നിഷേധിയായിരുന്നു. മുസ്ലിങ്ങളോട് ശക്തമായ വിദ്വേഷവും വെറുപ്പും ഉണ്ടായിരുന്നു. അയാൾ ഒരിക്കൽ മുസ്ലിങ്ങളുടെ അടുത്തുകൂടെ കടന്നുപോയി. മുസ്ലിങ്ങൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ഇവരുടെ ഇടയിലുള്ള സ്നേഹവും ഐക്യവും രഞ്ജിപ്പും കണ്ടു. പരസ്പരം ഇരുന്ന് ചിരിച്ച് സ്നേഹത്തോടുകൂടി സംസാരിക്കുകയായിരുന്നു. അത് അവർക്ക് ജാഹിലിയത്തിന് ശേഷം ഇസ്ലാം മുഖേന ലഭിച്ചതായിരുന്നു. ഈ രഞ്ജിപ്പിന്റെ അന്തരീക്ഷം, ഇതിനു മുമ്പ് അവർക്കിടയിൽ ശത്രുതയായിരുന്നു. എന്നാൽ ഇസ്ലാം കാരണം ഇവർക്ക് ഈ രഞ്ജിപ്പിന്റെ, പരസ്പരമുള്ള സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, പെരുമാറ്റത്തിനുള്ള തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. പറയുന്നു, അയാൾ വളരെയധികം കോപാകുലനായി ഈ കാര്യം കണ്ടുകൊണ്ട്. മുസ്ലിങ്ങളായപ്പോൾ അവരുടെ ഹൃദയത്തെ അള്ളാഹു കൂട്ടിച്ചേർത്തിരുന്നു. ഷാസ് ബിൻ ഖൈസ് പറഞ്ഞു, ബനു കൈലയുടെ നേതാവ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരെ നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല. ഇവരുടെ ശത്രുത എങ്ങനെ സൗഹൃദത്തിൽ പരിവർത്തിക്കപ്പെടാനാണ്? തന്റെ കൂടെ ഉണ്ടായിരുന്ന യഹൂദി യുവാവിനെ ഈ ജോലി അയാൾ ഏൽപ്പിക്കുകയുണ്ടായി. ഇവരുടെ അടുത്ത് പോയി ഇവരുടെ കൂടെ ഇരിക്കുക, എന്നിട്ട് ബുആസ് യുദ്ധത്തിനും അതിനു മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചും പറയുക, അവർക്ക് ആ കവിത കേൾപ്പിക്കുക. ഏതൊന്നാണ് അവർ പരസ്പരം എതിർത്ത് ചൊല്ലിക്കൊണ്ടിരുന്നത്. അയാൾ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തിനെതിരിൽ യുദ്ധത്തിൽ ചൊല്ലിയിരുന്ന കവിതകളിൽ ചിലത് ചൊല്ലുകയുണ്ടായി. ഈ കാര്യം അവരുടെ ഹൃദയത്തിൽ അഗ്നിയെ ജ്വലിപ്പിച്ചു. വീണ്ടും അവരിൽ ജാഹിലിയത്തിന്റെ ഈ കവിതകൾ കേട്ടുകൊണ്ട് ജാഹിലിയത്തിന്റെ കാലഘട്ടം തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ രണ്ടാമത്തെ ഗോത്രക്കാരി പറഞ്ഞു, ഞങ്ങളുടെ കവി ആ ദിവസം ഈ വിധത്തിൽ പറഞ്ഞിരുന്നു. അവരും അതുപോലുള്ള കവിതകൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രത്തിലെ കവി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഒരു സമയത്ത് അവർ പരസ്പരം ഇരുന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഫിത്ന കാരണം പരസ്പരം കൈപ്പുള്ള വാക്കുകൾ പറയാൻ തുടങ്ങി, കലഹിക്കാൻ തുടങ്ങി, പരസ്പരം അഭിമാനിക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ ഇവരിൽ രണ്ടുപേർ, ഹദ്റത്ത് ഔസ് ബിൻ ഖൈസ്, അതേപോലെ തന്നെ ഹദ്റത്ത് ജബ്ബാർ ബിൻ സഖർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ പറഞ്ഞു, അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ തന്നെ നമുക്ക് യുദ്ധം തുടങ്ങാം. ഈ അവസ്ഥ വരെ എത്തുകയുണ്ടായി. രണ്ട് പരസ്പരവും ദേഷ്യത്തിൽ വന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള സ്ഥലം നിശ്ചയിക്കുകയും ജാഹിലിയത്ത് കാലഘട്ടത്തിലെ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വാർത്ത ലഭിച്ചു. അവിടുന്ന്
ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ അടുത്ത് എത്തി. അങ്ങയോടൊപ്പം മുഹാജിരിൻ സഹാബാക്കൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ മുസ്ലിം സംഘമേ, അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക, അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക. ഇപ്പോഴും നിങ്ങൾ ജാഹിലിയത്തിന്റെ വാദം ഉന്നയിക്കുകയാണോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു. അത് മുഖേന നിങ്ങൾക്ക് അഭിമാനം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ജാഹിലിയത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളിൽ പരസ്പരം സ്നേഹം ഇട്ടു തന്നിരിക്കുന്നു. നിങ്ങൾ മുമ്പത്തേതുപോലെ കുഫറിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ? സഹാബാക്കൾക്ക് മനസ്സിലായി ഇതൊരു ശൈത്താനി വസ്വസയായിരുന്നു, അവരുടെ ശത്രുക്കളുടെ തന്ത്രമാണ്. അവർ തങ്ങളുടെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു, എന്നിട്ട് കരയാൻ തുടങ്ങി. ഔസ് ഖസ്റജിലെ സഹോദരങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തലകുനിച്ചുകൊണ്ട് അനുസരണത്തിന്റെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു. അള്ളാഹു അവരുടെ ശത്രു ശഅസ് ബിനു ഖൈസ് കൊളുത്തിയ തീയിനെ തണുപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങി, ഖുൽ യാ അഹ്ലൽ കിതാബി ലിമാ തക്ഫുറൂന ബി ആയാത്തില്ലാഹി വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ ഖുൽ യാ അഹ്ലൽ കിതാബി ലിമാ തസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന തബഊനഹാ ഇവജം വഅൻതും ശുഹദാഅ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അവരോട് പറയുക, ഓ ഗ്രന്ഥാനുസാരികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നത്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നല്ലപോലെ അറിയുന്നവനാണ്. പറയുക, ഗ്രന്ഥാനുസാരികളെ, നിങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വക്രത ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങളെ തടയുന്നത് എന്തിനാണ്? നിങ്ങൾ സാക്ഷിയായിരിക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നല്ലപോലെ അറിയുന്നവനാണ്. ഹദ്റത്ത് ഔസ് ബിൻ ഖൈസും ഹദ്റത്ത് ജബ്ബാർ ബിൻ സഖറും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും ഷഹസിൻ വഴിതെറ്റിച്ചതനുസരിച്ച് ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിലെ പ്രകടനം നടത്തിയത് അവരെ കുറിച്ച് പിന്നീട് ഈ ആയത്തിലെ കൽപ്പനയും ഇറങ്ങുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാത്തില്ലാഹി വഫീക്കും റസൂലിഹി വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം. വിശ്വസിച്ചവരെ, നിങ്ങൾ ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗത്തെ അനുസരിക്കുന്നതായാൽ അവർ നിങ്ങളെ വിശ്വസിച്ചതിനു ശേഷം ദീനെ നിഷേധിച്ചവരാക്കി പുറത്താക്കും. നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? നിങ്ങളിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നു, നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനും ഉണ്ട്. ആരാണോ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് അയാൾക്ക് നേർമാർഗത്തിലേക്ക് തീർച്ചയായും മാർഗദർശനം നൽകപ്പെടും. ഏതായിരുന്നാലും ഈ അവസ്ഥയായിരുന്നു ആ സഹാബാക്കളുടേത്. ശൈത്താന്റെ വഞ്ചനയിൽ ഒരു സമയത്ത് വന്നു. എന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, എന്തിനാണ് ജഹാലത്തിലേക്ക് തിരിച്ചു പോകുന്നത്? ഉടനെ തന്നെ ലജ്ജിതരായി. എന്നിട്ട് രഞ്ജിപ്പിലേക്ക് മുഖം തിരിക്കുകയും എന്നല്ല സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു ആ മാതൃക അവരുടേത്. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യാജമായ അഭിമാനത്തിന്റെയും അഹങ്കാരത്തിലും അകപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർക്കും ഒരു ഉന്നതമായ മാതൃകയാണ്. അഥവാ പരസ്പരം രക്തദാഹികളായിരുന്നവർ, യുദ്ധം ചെയ്തിരുന്നവർ, പരസ്പരം സഹോദരങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു കലിമ ചൊല്ലുന്നവർ, ഒരു ജമാഅത്തിൽ ജനിച്ച ആളുകൾ, എന്തുകൊണ്ട് അവരുടെ അഹങ്കാരവും തൻപ്രമാണിത്വവും അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല? ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. ഇത്തരത്തിലുള്ള വ്യാജമായ അഹങ്കാരവും തൻപ്രമാണിത്വവും കാരണം കലഹം മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടുപോകുന്നു. ചില യുവാക്കൾ എഴുതുന്നു, ഞങ്ങളുടെ കുടുംബക്കാർക്കിടയിലുള്ള കലഹം കാരണം ഇപ്പോൾ പുതിയ തലമുറ പരസ്പരം വിവാഹബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തങ്ങളുടെ മഹത്തുക്കൾ എന്ന് പറയാൻ സാധിക്കുകയില്ല, തങ്ങളുടെ മുതിർന്നവർ കാരണം ആ വിവാഹബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ്. ഇതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന അധ്യാപനം, സ്നേഹത്തിന്റെ അധ്യാപനം, ഐക്യത്തിന്റെ അധ്യാപനം. ഒരു സമൂഹം ആക്കി മാറ്റിയിരിക്കുന്നു. നാം ഒരു സമൂഹം ആയി നിലനിൽക്കേണ്ടതാണ്. വ്യാജമായ തൻ പ്രമാണിത്വത്തിൽ മുങ്ങിപ്പോകുന്നവരായി തീരരുത്. അള്ളാഹു എല്ലാവർക്കും ബുദ്ധി നൽകുമാറാകട്ടെ. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു, ഹസ്രത്ത് ഉമർ യഹൂദികളെ ഖൈബറിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സ്വയം അൻസാരികളെയും മുഹാജിറുകളെയും കൂടെ കൊണ്ടുപോയി
അതിൽ ഹദ്റത്ത് ജബ്ബാർ ബിൻ സഹറും ഹദ്റത്ത് യസീദ് ബിൻ സാബിത്തും ഉണ്ടായിരുന്നു. ഖൈബറിലേക്ക് പുറപ്പെട്ടു. ഇവർ രണ്ടുപേരും ഖൈബറിലെ വിളവ് കണക്കാക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. ഈ രണ്ടുപേരും അതിന്റെ വിതരണ രീതി അനുസരിച്ച് എല്ലാവർക്കും അവരുടെ പങ്ക് വെവ്വേറെയായി നൽകുകയുണ്ടായി. വാദിയെ ഖുറ നൽകുന്ന സമയത്തും ഹദ്റത്ത് ഉമർ ആർക്കൊക്കെയാണോ പങ്ക് നൽകിയത് അതിൽ മറ്റു സഹാബാക്കളോടൊപ്പം ഒരു ഹിസ്സ ഹദ്റത്ത് ജബ്ബാർ ബിൻ സഖറിനും നൽകുകയുണ്ടായി. ഇതാണ് ആ സഹാബാക്കളുടെ ചില സംഭവങ്ങൾ. അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും സ്ഥാനം ഉയർത്തുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.